വെൽക്കം ബാക്ക് ടു അദ്വിറ്റി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മള് കൽക്കത്ത എത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കറങ്ങാൻ വന്നിരിക്കുക കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്ലാറ്റിന്റെ അടുത്താണ് അവിടെ സൂ ഉള്ളത്. അപ്പോൾ നമ്മൾ സൂ കാണാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അപ്പം എന്തായാലും ലീവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ കരുതി. ഇപ്പോൾ നാഷണൽ ലൈബ്രറി ഒക്കെ ഉള്ള അടുത്ത് തന്നെയാണ് നമ്മുടെ ഫ്ലാറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സൂ വരുന്നത്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ട്രാഫിക് ഉണ്ടല്ലേ നിങ്ങള്, എന്ത് തിരക്കറിയോ. സൂവിന്റെ ഫ്രണ്ടില് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അകത്ത് കയറാനുള്ള പ്ലാനിലാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് എത്ര രൂപയാണ്? ടിക്കറ്റ് 60 രൂപ മറ്റുമാണ് അല്ലേ? 60 അല്ലേ? 60. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി. അപ്പൊ നമ്മളിങ്ങനെ ഫസ്റ്റ് തന്നെ അതിന്റെ ഗേറ്റ്സ് ഒക്കെ കടന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ താറാവുകളൊക്കെയാണ് കേട്ടോ. താറാവുകള്, അരയന്നം, അങ്ങനെ അവരുടെയൊക്കെ കൂടുകളൊക്കെയാണ്. അപ്പൊ ആദ്യം ഫസ്റ്റ് തന്നെ ഇത് കാണുമ്പോൾ തന്നെ അവന് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അപ്പൊ ഇത് മൊത്തം 48 ഏക്കറിലാട്ടോ. 48 ഏക്കറിലാണ് ഈ വലിയ സൂ ഉള്ളത്. ഇതിനകത്ത് ഒരുപാട് കാണാനുണ്ട്. മുതലകളൊക്കെ കണ്ടു. ആദ്യം മുതല കണ്ടപ്പോ തന്നെ അവന് ഭയങ്കര സന്തോഷം. അവനിത് ഒറിജിനൽ ആണോ ചോദിക്കുക. അവൻ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒറിജിനൽ ആയിട്ട് ആദ്യമായിട്ടല്ല അവൻ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് അവന് ഓരോ ആനിമൽസിനെയും ഒറിജിനാലിറ്റി കാണുമ്പോ. നെക്സ്റ്റ് മാനുകളൊക്കെ വെറൈറ്റീസ് മൊത്തം തിരക്കാണ്. നല്ല തിരക്കാണ് കേട്ടോ. കാരണം അന്ന് സൺഡേ കൂടി അല്ലേ? സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് 48 ഏക്കർ ഉണ്ട്. അപ്പൊ എന്തായാലും നടന്ന് എന്തായാലും അവശനാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പുള്ളിമാൻ, സ്പോട്ടഡ് ഡീർ, പുള്ളിമാന്, കലമാൻ, എന്താ മാനിൽ വർഗത്തിൽപ്പെട്ട ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അവനെല്ലാം കണ്ടു. പിന്നെ ഇത് കങ്കാരു ആസ്ട്രേലിയൻ കങ്കാരു ആണ്. കങ്കാരുവിനൊക്കെ ഇതിനകത്ത് മൃഗശാലയിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. കങ്കാരു മുതൽ സീബ്ര മുതൽ കണ്ടാമൃഗം മുതൽ എല്ലാ ആന, ജിറാഫ് എല്ലാം ഉണ്ട്. മുതല, മീന്, ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്. ഇതൊക്കെ എത്ര വലിയ ആമയൊക്കെ, എത്ര വയസ്സുള്ള ആമയെന്നറിയില്ല. എത്രയോ വലിയൊരു ആമ. എനിക്കൊരു 150 കിലോ ഉണ്ടാവും. ഇത് നിങ്ങൾ ഈ ഇതിൽ കാണുന്ന പോലെ നല്ല കേട്ടോ, ഭയങ്കര വലിപ്പമാണ്. ഞങ്ങൾ അതിന്റെ ആ ഭാഗത്ത് കൂടെ നടന്നു പോകുമ്പോ അതിന്റെ അടുത്ത് പോയി കണ്ടപ്പോ എത്ര വലിയ ആമയെന്നറിയും. അതുപോലെ ഓന്ത്, ഇതാണ്ടോ ഓന്ത് കയറിയിരിക്കുന്ന എത്ര വലിയ ഓന്ത. ഗ്രീൻ ഇഗ്വാന വലുത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഒരു അണ്ണാ വർഗത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ മലയണ്ണ പോലത്തെ അങ്ങനെ വർഗത്തിൽപ്പെട്ടതൊക്കെ. എന്താണ് നിങ്ങളൊന്ന് പറയണേ. ഇതിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങളതൊന്നും ശ്രദ്ധിക്കണില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അനിമൽസിനെ കാണാൻ അങ്ങനെ നടക്കുക. നെക്സ്റ്റ് സീബ്രയുടെ അടുത്ത് പോയി. സീബ്ര ഈ 2 നിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സ്റ്റാച്ചു ആണെന്ന്. അതങ്ങനെ കൊറേ നേരം നിക്കുക കേട്ടോ. ഞാൻ സ്റ്റാച്ചു വിചാരിച്ചു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് അത് അനങ്ങുന്നത്. നെക്സ്റ്റ് ഗൊറില്ല അല്ലേ? ഗൊറില്ല 2 ഉണ്ട്, 3 ഉണ്ട്. അത് കുറച്ചേരം കണ്ടുകൊണ്ടിരുന്നു. ഓടി വന്ന് കയറുന്നുണ്ട്. ആള് ഭയങ്കര ആക്റ്റീവാണ്. അതെ. പിന്നെ ഞങ്ങളത് പുല്ലും കൊണ്ട് നേരെ വൃത്തിയിലെ ഒരു ഗാർഡൻ ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്യാൻ, നല്ല ഫിനിഷിങ് കട്ടിങ് ആണ്. ഇത് കൊടുന്ന് വെച്ചാൽ കേട്ടോ. ഇത് അവിടെ പുല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ജിറാഫും പിന്നെ ആനയും നല്ല രസമുണ്ട് ഇതിന്റെ ഗാർഡനിൽ. നല്ല തിരക്കാണ് കേട്ടോ. സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട്. സൺഡേ അല്ലല്ലോ നമ്മള് പോയത്. സൺഡേ അല്ലോ ഉണ്ടല്ലോ. സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ട്. പറയില്ല. അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ കൊണ്ട് എടുക്കാൻ വേണ്ടി ആലിപ്പൂർ സൂ എഴുതിയ ഒരു ഫോട്ടോ. വെറൈറ്റീസ് ഓഫ് മാക്കോസ് ഉണ്ട് കുറെ. പല വീഴാമ്പൽ. നല്ല ഭംഗിയുണ്ടല്ലേ എനിക്കാണ്. വെറൈറ്റീസ് ആണ് അതിന്റെ. ബ്ലൂ, ഒരുപാട് കളറുകളുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. നല്ല കളേഴ്സ് ഉണ്ട് മാക്കോ. നെക്സ്റ്റ് രാജാവ് ഉറക്കമാണ്. രാജ കൈ വെച്ച ഉറക്കാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മയക്കത്തിലാണ്. ബംഗാൾ ടൈഗർ. അതെ, ഉറങ്ങാണ്. ആള് ഉറക്കത്തിലാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഉറക്കത്തിലാണ്. എല്ലാരും കൂക്കി ആർത്ത് വിളിക്കുന്നുണ്ട്. ഒരു മൈൻഡും ഇല്ല കേട്ടോ. ഒറ്റ ഉറക്കം.
നിങ്ങളിങ്ങനെ നടക്ക ഈ 48 ഏക്കർ നടന്നുള്ള അവസ്ഥ അതെ, ഞങ്ങൾ ഫസ്റ്റ് എടുക്കാൻ ചില ആൾക്കാരൊക്കെ നടന്നു. ഫുഡും ഭക്ഷണവും വിരിപ്പൊക്കെ മേടിച്ചു കൊടുന്ന് ഉള്ളിൽ കടന്നുറങ്ങാൻ ഇവിടെ കാണല്ലേ. എന്നിട്ട് വൈകുന്നേരം നമ്മളെ പോകുന്നുള്ളൂ പോകുന്നു നടക്കാറാകുമ്പോ രാവിലെ വന്ന് കയറി വിരിപ്പും കിടക്കിയും ഫുഡൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാർ. ഇതിന്റെ കൊക്ക് കണ്ടോ? ഇതിന്റെ കൊക്ക് നല്ല സ്പൂൺ ടൈപ്പാണ് കേട്ടോ. സ്പൂണ് പോലെ ഇതുണ്ടോ? നോക്കി കൊക്ക് നോക്കി. നെക്സ്റ്റ് ജിറാഫ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ അന്വേഷിച്ച് നടത്താറുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട് ആൾക്കാർ. ഇവനെ എപ്പോഴെപ്പോഴും എടുക്കണം, അതാണ് ആകെയുള്ള പരിപാടി. ഇവൻ എടുക്കല് ഒന്നല്ലെങ്കിൽ ഒരാൾ എടുക്കണം. നെക്സ്റ്റ് ഇവിടെ കുളമാണോ പുഴയാണോ? കുളം പോലെ ഇതാണ്, തടാകം പോലെയാണ്. അതിനകത്ത് നിറച്ച് മീനുണ്ട്. മീനിനെ പിടിക്കാൻ പോവായിരിക്കും കേട്ടോ. നോക്ക് പോകുന്നു. അവിടെ ഉണ്ട് ഒരുപാട്, ഒരു മീനുണ്ടല്ലോ. ഒരു മീനല്ല ഒരുപാട് മീനുകളുണ്ട് അപ്പുറത്ത്. കണ്ടത് ഇഷ്ടം പോലെ മീനല്ലേ. ഇതാണ്ടോ എത്ര വലിയ നാട്ടിലെ ചേറാന്നൊക്കെ പറയില്ലേ, മയിൽവാഹന്നൊക്കെ പറയില്ലേ. എന്താ കളർ കണ്ടോ, എത്ര വണ്ണുണ്ട്, എത്ര വലിപ്പുണ്ട്. ഒരു 25 കിലോ ഉണ്ടാവും അത്. ഇതിന്റെ മണ്ട വലിപ്പം കണ്ടോ, വാതിര വലിപ്പമുണ്ട്. ഇത്രയും വലിയ മീനാണത്. കൊറേ മീനുണ്ട്. അത് നേരെ കിട്ടുന്നില്ല ഫോൺ അങ്ങനെ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ഞങ്ങള് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ എത്ര വലിപ്പം. ജിറാഫ് ഉണ്ട്. ഷോക്കഡാണ് ആദ്യം ഇതിനൊക്കെ. റിയൽ ആയിട്ട് കാണുന്ന ഫസ്റ്റ് ടൈം ആണ്. അവനെ സൂല് കൊണ്ടുപോകുന്ന ഫസ്റ്റ് ടൈം ആണ്. അവനെ സൂല് പോയിട്ട് നമ്മള് കാണിച്ചിട്ടില്ല. ആദ്യം അങ്ങോട്ട് ഫുഡ് ഇത്തിരി കൽക്കത്തയിൽ ക്രൗഡായിട്ട് സിറ്റിയിലാട്ടോ ഈ സംഭവം. ക്രൗഡായിട്ട് ഈ സിറ്റിക്കകത്ത് ഇത്രയും ക്രൗഡ് പീപ്പിളും പൊല്യൂഷനൊക്കെ ഉള്ളു. പക്ഷെ എന്നിട്ട് ഇതിനകത്ത് അവര് ഈ 48 ഏക്കറിൽ സൂ സെറ്റപ്പ് ചെയ്തെന്ന് പറയുമ്പോ അതൊരു അത്ഭുതം തന്നെയാണ്. അത് ഷോക്കായി നോക്കുന്ന അതിന്റെ തലയും അതിന്റെ ഹൈറ്റും അതിന്റെ കാലും. നെക്സ്റ്റ് നമ്മൾ എവിടെ? ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ കാണാനുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് എവിടെ പോകും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തി. ഇതാണ് സിംഹം, ലയൺ. സിംഹം അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാല നടക്കുന്നുണ്ട്. പിന്നെ ഇതാ കോഴികൾ പോലുള്ള വർക്കത്തിൽപ്പെട്ട പ്രാവ്, കോഴികൾ പോലുള്ള വർക്കത്ത്. ഇതല്ല ഇത് കഴുകാനാണല്ലേ. കഴുകാൻ. നമ്മുടെ നടന്നു വന്ന മടുക്കൂല. വൈറ്റ് പീക്കോക്കും നമ്മുടെ നാടൻ പീക്കോക്കും. വൈറ്റ് പീക്കോക്കും ഉണ്ട് ഇവിടെ. പിന്നെ അടുത്ത് ഇവിടെ പൊത്തിപ്പിടിച്ച് കേറണ വേണ്ട പറഞ്ഞിട്ട് കേക്കില്ല. നല്ല തിരക്കാണ്. അത് നല്ല തിരക്കാണ്. ഞങ്ങളെ ഫുഡൊന്നും കൊടുത്തില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ തലയിൽ കീടൊക്കെ വെച്ച കോഴിയാണ്. എന്റെ പ്രാവാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിന്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലാക്ക് കളർ. ആനകള് 2 കണ്ടുള്ളൂ. കൊമ്പില്ല ആനക്ക് കൊമ്പില്ല. 2 ആനയൊക്കെ ഉണ്ട് മൃഗശാലയില്. 2 തന്നെ ഉള്ളൂ. മണ്ണൊക്കെ വാരി എറിയായിരുന്നു കുളിക്കാൻ. ഇത് ഒരു നമ്മുടെ പുറത്തുള്ളതാണ്, കൊച്ചെന്നുള്ളത്. ഇതൊരു നമ്മുടെ വിദേശത്തുള്ള അങ്ങനത്തെ ആർട്ടിക് ടോൺ, എന്താ ആർട്ടിക് പോലത്തെ ആർട്ടിക് ഏരിയയിലൊക്കെ കാണുന്ന ദേഷ്യം വന്നിട്ട് കേട്ടോ. രണ്ടും കൊത്തു കൂടെ ഇരുന്ന് അവിടെ. പ്രാന്താവും. അതിന് ഭയങ്കര സൗണ്ടാട്ടോ. അതങ്ങനെ കൊക്ക് അത് ഭയങ്കര എന്താ എല്ലായിടത്തും കൂടൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. വലിയ കൂടുകൾ വെച്ചിട്ടുണ്ട് അതിലല്ലേ. അതെടുത്തോ കൂടെടുക്കുന്നത്. അവിടെ വലിയൊരു സ്റ്റാച്യു ഓഫ് ആൾ. അതിന്റെ ഉള്ളിലേക്ക് സ്ഥലം ഉണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഞങ്ങൾ മുള്ളമ്പന്നീനെ കാണാൻ പോയിരുന്നു. പലതരത്തിലുള്ള. പിന്നെ ഇത് അനാക്കോണ്ടയാണ്. ഇത് ഫുള്ള് പാമ്പുകളുടെയാണ്. പിന്നെ ഇത് കണ്ടാമൃഗത്തിന്റെ ഞങ്ങൾ അവിടെ എത്തി. കണ്ടാമൃഗം ഇപ്പോ ആണ് ഡൗട്ടായിരുന്നു. കണ്ടാമൃഗം ഹിപ്പോപ്പൊട്ടാമസ് വേറെ. ഇത് കണ്ടാമൃഗം. ഇത് വൈറ്റ് ടൈഗർ. വൈറ്റ് ടൈഗർ ആണ്. അങ്ങനെ എടുക്കാം. അങ്ങനെ വന്നതാ. പായം വിരിപ്പ് എല്ലാം കൊണ്ടുവന്ന്
ഫുഡൊക്കെ കഴിച്ച് വരികയാണ്. ഇത് ഇവിടെ പുറകിലൊരു നദിയാണ്. അത് ബോട്ടിങ്ങിനുള്ള പക്ഷെ തുറന്നിട്ടൊന്നുമില്ല. അത് ബോട്ടിംഗ് ഒക്കെ ചെയ്യണം. ഇത് ഹിപ്പോനെ കണ്ടപ്പോഴേക്കും അവന് കൊക്കക്കോള വേണമെന്നായി, പിന്നെ പോംകോൺ വേണമെന്നായി. ഇതാണോ ഈ വീഡിയോ ഒട്ടക പക്ഷി പോലത്തെ യമു ആണിത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പാട്ടായിട്ട് വരും.